മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടാസ്ക് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ന്യൂദിലെ ചെരുപ്പ് ഫാക്ടറി. എല്ലാ ഫാക്ടറിയിലെ തൊഴിലാളികളും ഡ്രസ്സ് മാറാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഒനിയിൽ ഓടി വന്ന അനുമോളോട് പറയുന്നത്, അനുമോൾ നിനക്കിട്ട് ഞാൻ പണി തരാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഫാക്ടറിയിൽ ഒരു പണി എടുക്കില്ല. ഒരു പണി എടുക്കാതെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് കോയിൻ കിട്ടും. അത് ഞാൻ 1, 2, 3 വാങ്ങിയിട്ട് വന്നിട്ട് ഇന്ന് നിനക്ക് ടിപ്പായിട്ട് ഞാൻ തരുവടി, നിനക്കിട്ടുള്ള പണി ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒനിയിൽ പോയി എല്ലാവരോടും പറയുന്നുണ്ട്, ഇന്ന് ഷാനവാസ്ക്ക ഇന്ന് ഞാൻ പണിയെടുക്കില്ല, ഞാൻ അനുമോൾക്കിട്ടുള്ള ഒരു പണി കൊടുക്കാൻ പോവാണ്. ഞാനിന്ന് 2, 3, 4 കോയിനൊക്കെ വാങ്ങിക്കൊണ്ട് വരും. അതും ബ്ലാക്ക് കോയിൻ മാത്രമാണ് വാങ്ങുക. എന്നിട്ട് അത് അനുമോൾക്ക് ഞാൻ ടിപ്പായിട്ട് കൊടുക്കും. അനുമോൾക്കിട്ടുള്ള പണിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം മസ്താനിയും അഭിലാഷൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിനകത്ത് വേറൊരു കളിയും കൂടി ഉണ്ട്. നമ്മൾ പണിയെടുത്തിട്ടില്ലെങ്കിൽ നൂറയ്ക്കാണ് പണി കിട്ടാൻ പോകുന്നത്. നൂറയ്ക്ക് ബ്ലാക്ക് കോയിൻ ഇപ്പോൾ നൂറേൻ്റെ കയ്യിലാണുള്ളത്. അത് നമുക്ക് തരാൻ പറ്റില്ല. അവൾക്കിട്ടൊരു തിരിച്ചൊരു പണി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. അവൾ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോവും. അവളുടെ പവറുകൾ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കുന്ന അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒരു ടീമായിട്ടുണ്ട്. ഷാനവാസും അതേപോലെ തന്നെ മസ്താനിയും ഒനിയിൽ സാബും അഭിലാഷും ചേർന്ന് നൂറയ്ക്കും അനുമോൾക്കും എതിരെ കളിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒനിയിൽ സാബു അനുമോൾ വെല്ലുവിളിക്കുമ്പോഴും അനുമോൾ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, ഇന്നെനിക്ക് ബിഗ് ബോസ് ആടിനെയാണെങ്കിലും പാമ്പിനെ തന്നു കഴിഞ്ഞാലും ഞാൻ ആ ടാസ്ക് എൻജോയ് ചെയ്ത് അതിനൊരു ടാസ്ക്കായി എടുത്ത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്.